Hello students, നമ്മൾ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ദ ഡെറിവേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചല്ലോ അല്ലേ? എല്ലാവരും എൻ്റെ കൂടെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് നോക്കി. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് when two or more bodies moving linearly interact, momentum before interaction is equal to momentum after interaction. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസേർവ് ചെയ്ത് പോവാണ്. മൊമെന്റം കൺസേർവ് ചെയ്തേക്കാണ്, നശിക്കണില്ല, എപ്പോഴും തുല്യാണ്. അപ്പൊ ഇതില് ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അറിയാം രണ്ട് ബോഡീസ് മൂവിങ് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന രണ്ട് ബോഡീസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റം ബിഫോർ ഇന്ററാക്ഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഇന്ററാക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എല്ലാവർക്കും അറിയുന്ന ഒരു പ്രീവിയസ് നോളജാണ് അല്ലെ? മൊമെന്റം പോലെ തന്നെ എനർജി നോട്ട് ലോസ്റ്റ്, എനർജി ടോട്ടൽ എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ ആർ സെയിം. Principle of conservation of energy cannot be created or destroyed. It can be changed from one form to another. എല്ലാവർക്കും അറിയണ്ട. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈക്വൽ ആണ് മൊമെന്റം ബിഫോർ ഇന്ററാക്ഷനും ആഫ്റ്റർ ഇന്ററാക്ഷനും. സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും തേർഡ് ലോയാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ? Rate of change of momentum of a body is directly proportional to force. Rate of change of momentum. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കം, മാസ് ഇൻറ്റു വെലോസിറ്റി. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ഓർ ഈക്വൽ ടു ഫോഴ്സ് എന്നുള്ള സെക്കൻഡ് ലോ. തേർഡ് ലോ എന്താ? ഫോർ എവറി ആക്ഷൻ there is equal and opposite reaction. Action is equal to minus reaction. ഈ രണ്ട് ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ഏത് മൊമെന്റം കൺസേർവ്ഡ് ആണെന്നുള്ളത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ടു ഓർ മോർ ബോഡീസ് മൂവിങ് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന രണ്ട് ബോഡീസ് ഇന്ററാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ബോഡീസ് ഇന്ററാക്ട് ചെയ്യുമോ momentum before interaction is equal to momentum after interaction. അപ്പോൾ ഞാനിവിടെ രണ്ട് ബോഡീസ് ആണ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? M1 and another one M2. They are moving linearly with velocity U1 and U2 അല്ലേ? അപ്പോൾ U1ന്റെ വെലോസിറ്റി U2നേക്കാളും കൂടുതലാണെങ്കിൽ കൂട്ടിമുട്ടില്ല. അങ്ങനെ ഡ്യൂറിങ് ദയർ ലീനിയർ മോഷൻ അവർ കൂട്ടിമുട്ടി, ടി സെക്കൻഡ് നേരത്തേക്ക് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഫോഴ്സ് M1ഉം M2ഉം തമ്മിലുള്ള ഇമ്പാക്റ്റ് അല്ലെ? അപ്പൊ M2 ഇതും ഇമ്പാക്റ്റ് ഉണ്ടാവും, M1 ഇതും ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഫോഴ്സ് കൊണ്ട് M1ന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് മാറി, അതിനെ ഞാൻ V1 എന്നും, M2ന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് മാറി ആ പുതിയ വെലോസിറ്റിനെ ഞാൻ V2 എന്നും കൊടുക്കുന്നു അല്ലെ? സോ ടു ബോഡീസ് ഹാവിംഗ് മാസസ് M1 and M2 മൂവിംഗ് ലീനിയർലി ആൻഡ് ഡ്യൂറിംഗ് their motion they collide for t second, and due to this collision force velocity of M1 changes to V1, M2 changes to V2. അപ്പോ ഈ M1ന്റെ വെലോസിറ്റി V1 ആയി, M2ന്റെ വെലോസിറ്റി V2 ആയി. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം ഓഫ് M1 എത്രയാ? M1 എല്ലാരും എന്റെ കൂടെ തന്നെ പറയണം, മാസിന്റെ വെലോസിറ്റി മൊമെന്റം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം ഓഫ് വെലോസിറ്റി M1 U1. ഫൈനൽ മൊമെന്റം ഓഫ് M1 എത്രയാ? ഇന്ററാക്ഷന് ശേഷം M1 V1. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് M1 മൈനസ് അല്ലെ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. എത്ര സമയമാണ്? ടി സെക്കൻഡിലാണ് കൊളിഷൻ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് M1 ബൈ ടി.
അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ദിസ് ഈസ് ഫൈനൽ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി, ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി divided by time, rate of change of momentum of first body. Rate of change of momentum of M1. Similarly, rate of change of momentum of M2 നമുക്ക് കണ്ടുപിടിക്കാം. അതിന് M2ന്റെ ഇനീഷ്യൽ മൊമെന്റ് എത്രയാ? മാസ് M2 ആണ്, വെലോസിറ്റി U2. M2ന്റെ ഫൈനൽ മൊമെന്റ് എത്രയാ? മാസ് M2 തന്നെയാണ്, വെലോസിറ്റി V2. മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് M2 മൈനസ് divided by time ആവുമ്പോൾ എന്തായി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് M2 അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് M2. എല്ലാവരും അതിൻ്റെ കൂടെ എഴുതുന്നുണ്ട്. ഒരുമിച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന എല്ലാ ഡെറിവേഷൻസും. അപ്പോൾ നമ്മൾ രണ്ട് ബോഡീസ് എടുത്തു, കൂട്ടിമുട്ടി, വെലോസിറ്റി മാറി, ഫസ്റ്റ് ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ വ്യത്യാസത്തിന്റെ നിരക്ക് അല്ലെ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ബൈ ടൈം. സെക്കൻഡ് ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചു. ഫൈനൽ മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി മാസിന്റെ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി ബൈ സമയം. ഈ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് എ ഫോഴ്സ്. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്താ? ഇവർ തമ്മിലുള്ള കൊളിഷൻ ഫോഴ്സ് ആണ്. എത്ര ബോഡീസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്? M1 M2 രണ്ട് ബോഡീസ്. അപ്പോൾ M1ന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് കാരണം ഏത് ഫോഴ്സ് ആണ്? കൊളിഷൻ ഫോഴ്സ് ഓഫ് M2. അതിനെ ഞാൻ ആക്ഷൻ ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആക്ഷൻ ഫോഴ്സ് ഈസ് ദ കോസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് M1. അപ്പോൾ ഇതിന് is equal to rate of change of momentum is directly proportional to force or is equal to force. അപ്പോൾ ഇവിടെ M1 V1 minus M1 U1 by T is action force. Action force of M2. ഇനി ഇതിന്റെ സെക്കൻഡ് ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെയാ മാറ്റം വന്നേ? ഡ്യൂ ടു ദ കൊളിഷൻ ഡ്യൂറിങ് T സെക്കൻഡ് ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓഫ് M1. അപ്പോൾ ഒരെണ്ണം ആക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ദ ഇമ്പാക്ട് ഓഫ് ഫോഴ്സ് ഓഫ് M1നെ ഞാൻ റിയാക്ഷൻ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ അതിനെ ഞാൻ റിയാക്ഷൻ ഫോഴ്സ് ഓഫ് M1 കോസസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് M2. ഈ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുക്കാം. ഇതിനെ ആക്ഷൻ ആയിട്ട് എടുക്കുക, ഇതിനെ വേണമെങ്കിൽ റിയാക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ആക്ഷൻ ആയിട്ട് എടുക്കണം. രണ്ട് ബോഡീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ തേർഡ് ലോ പ്രകാരം എല്ലാവർക്കും ഒരു ആക്ഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ആക്ഷൻ എന്നുള്ളടത്ത് നമ്മൾ എന്ത് കൊടുക്കും? M1 V1 മൈനസ് M1 U1 by T. റിയാക്ഷൻ എന്നുള്ളടത്ത് ഈ കേസിൽ നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്ത ഈ എക്സാമ്പിളിൽ ഏതാണ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കണേ? M2 V2 മൈനസ് M2 U2 by T. മൈനസ് ആണ്. അപ്പോൾ ടിയും ടിയും കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഒന്ന് തുറക്കാം. മൈനസ് M2 V2 ബ്രാക്കറ്റ് തുറന്നു, മൈനസും മൈനസും പ്ലസ് M2 U2. ഇനി V1 ടേംസിനെയൊക്കെ ഒരു സൈഡിലും U1 അല്ലെങ്കിൽ ഇനീഷ്യൽ ടേംസിനെയൊക്കെ മറ്റേ സൈഡിലാക്കിയിട്ട് മാറ്റാം. അപ്പോൾ M1 V1 ഓൾറെഡി ഉണ്ട്. ഈ M2 V2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. M2 V2 ഇസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് ഉള്ളത് ഇവിടെ വന്നപ്പോൾ
m1 u1i plus I ഓൾറെഡി m2 u2 ഇവിടെ ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കി, this is the initial momentum, final momentum of first body, this is the final momentum of second body എന്ന് വെച്ചാൽ this is the total momentum after collision. ആഫ്റ്റർ കൊളീഷന് ശേഷം m1ന്റെയും m2ന്റെയും മൊമെന്റത്തിന്റെ തുക, സമ്മ് എന്ന് വെച്ചാൽ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഓർ ആഫ്റ്റർ ഇന്ററാക്ഷൻ. ഇതോ m1 u1 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ, മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ. ഇതിന്റെ തുക, സമ്മ്, ഇസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. സോ മൊമെന്റം ആഫ്റ്റർ collision is equal to momentum before collision. എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. ഇന്ററാക്ഷന് മുമ്പും ഇന്ററാക്ഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റം സെയിം ആണെന്ന് വെച്ചാൽ we are verifying principle of conservation of linear momentum. Statement ഒന്നുകൂടെ വായിച്ച്, states that when two or more bodies moving linearly interact, momentum before interaction is equal to momentum after interaction. Momentum before interaction is equal to momentum after interaction. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്ത് ഈ ഒരു ഡെറിവേഷൻ എല്ലാവരും സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എഴുതി പഠിക്കണം. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് റീകോയിലിംഗ് ഓഫ് ഗണ്ണ്, പറയാം അല്ലെ. ഗണ്ണ് ഫയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഫയറിംഗ് ഓഫ് ദി ഗൺ അല്ലെ. ബുള്ളറ്റ് മുന്നോട്ട് പോവും, അതിന്റെ ഇമ്പാക്ട് കൊണ്ട് ഗണ്ണ് ബാക്കിലേക്ക് നീങ്ങും. ബാക്കിലേക്ക് നീങ്ങുന്നോണ്ടാണ് ഈ പേര് വന്നത്, റീകോയിലിംഗ്. ഗൺ ഈസ് റീകോയിൽ. അപ്പൊ ബുള്ളറ്റിന്റെ മൂവ്മെന്റും ഗണ്ണിന്റെ മൂവ്മെന്റും ലീനിയർ മൂവ്മെന്റ് അല്ലേ. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു മൊമെന്റം ബിഫോർ ഫയറിംഗ്. അപ്പോൾ മൊമെന്റം ബിഫോർ ഫയറിംഗ് is equal to momentum after firing. ഇതാണല്ലോ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഇതിൽ പറയാൻ. അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണല്ലോ. ഇപ്പൊ ബിഫോർ ഫയറിംഗില് ഗണ്ണ് ബുള്ളറ്റ് ഒക്കെ റെസ്റ്റിലാണ്. അപ്പൊ വെലോസിറ്റി എത്രയാ? 0 ആയിരിക്കും. അപ്പൊ മൊമെന്റോ മാസ് ഇൻറ്റു വെലോസിറ്റി 0 ആണെങ്കിൽ മൊമെന്റം 0. ഇനി ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ എമ്മും ബുള്ളറ്റിന്റെ വെലോസിറ്റി സ്മോൾ എമ്മും ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ഇനി ഗണ്ണ് പിന്നീക്ക് നീങ്ങണ വെലോസിറ്റി ക്യാപിറ്റൽ വിയും ബുള്ളറ്റ് മുന്നിലോട്ട് ഫോർവേഡ് പോകുന്ന വെലോസിറ്റി സ്മോൾ വിയും, അല്ലെങ്കിൽ യു എന്ന് കൊടുക്കുക, സ്മോൾ യു ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ബുള്ളറ്റിന്റെ മാസ്, ഇത് ബുള്ളറ്റിന്റെ വെലോസിറ്റി, പ്ലസ് ഇത് ഗണ്ണിന്റെ മാസ്, ഇത് ഗണ്ണിന്റെ വെലോസിറ്റി. സോ ഗണ്ണിന്റെ മൊമെന്റം, ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് എന്ന് പറയുമ്പോൾ സം. സോ ദിസ് ഈസ് ദ സം ഓഫ് മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആൻഡ് ദിസ് ഈസ് momentum before firing. Why it is 0? Because velocity is 0 before firing. ഇനി അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്യാപിറ്റൽ എം വിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ ഇറ്റ് ബിക്കംസ് മൈനസ് എം യു. Therefore capital V സമം minus mu divided by capital M. So small m is the mass of bullet, small u is the velocity of bullet, capital M is the mass of gun. This negative sign shows that velocity of gun is negative or
gun is recoiling. This is the equation for recoil velocity of gun. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കൂടി എക്സ്പെക്ട് ചെയ്യാം. Derive the equation for recoil velocity of a gun, or explain the principle of conservation of momentum in the case of gun firing. അല്ലെങ്കിൽ explain the recoiling of gun. Why it is called recoiling? The velocity is negative. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, എൻ്റെ ഒപ്പം എഴുതി ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിയിട്ട് I will be you with a discussion session. ആ ഡിസ്കഷൻ സെഷനിൽ എല്ലാവരും ഇത് എഴുതി നോക്കിയതിന് ശേഷം കയറുക, ലിങ്ക് ഞാൻ അപ്പം അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.